ഹായ് ഗൈസ്, അങ്ങനെ നൂറ്റാണ്ടുകൾക്കപ്പുറം ഞാൻ വന്നിരിക്കുകയാണ് മൂന്നാർ ബ്ലോഗ് പാർട്ട് 2 ആയിട്ട്. ഇന്നലെ ലൈവ് വന്നപ്പോൾ ഞാൻ ബൂസ്റ്റായി. അപ്പോൾ ലൈവ് എത്ര പേര് കണ്ടു എന്നറിയില്ല, ഇന്നലെ ലൈവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കുറച്ച് കാലം മുന്നുള്ള വീഡിയോ ആണ്. സോ അന്നത്തെ ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ പാർട്ട് 1 കാണുക. ഇത് കാമലോഡ് റിസോർട്ടാണ് മൂന്നാർ. അപ്പം അവിടെ നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്നപ്പോഴുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ തലേ ദിവസം വന്നു, അടുത്ത ദിവസം രാവിലെ എണീറ്റിട്ട് ക്ലൗഡ് ബെഡ് കാണാൻ പോകണം, സൺറൈസ് കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സമയം വഴുകി, എണീക്കാൻ വഴുകിയിട്ട് ഓടുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതാ ഒന്നും മിണ്ടാണ്ട് ഓടുന്നത്. നമ്മുടെ കൂടെ ഗൈഡും പിന്നെ കുറേ പേരും ഉണ്ടായിരുന്നു അവിടെ താമസിക്കുന്ന തന്നെ. പക്ഷെ അവരൊക്കെ നേരത്തെ പോയി. നമ്മളെ കുറച്ച് ലേറ്റ് ആയോ എന്ന സംശയം. സൂര്യൻ ഉച്ചയിലെത്തിയിട്ടുള്ളൂ, കുഴപ്പമില്ല. ഇല്ല, എല്ലാരും പോയി തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പൊ പോയിരുന്നെങ്കിൽ അവിടെ ക്ലൗഡ് ബെഡ് ഒക്കെ കാണായിരുന്നു. പിന്നെ അവിടെ എത്തുമ്പോഴേക്കും ബെഡ് പോയിട്ട്. മലപ്പുറമൊക്കെ കൊടും ചൂടുള്ളപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോഴത്തെ ക്ലൈമറ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ മൂന്നാർ പോയാൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് ഒന്നുകൂടെ പോവാൻ പ്ലാൻ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് അന്ന് അവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് വേഗം പോരേണ്ടി വന്നു. ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിൽ എത്തിയപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ക്ലൗഡ് ബെഡ് കാണുന്നത്. എന്തൊരു രസമാണോ, പഞ്ഞിക്കെട്ട് നിൽക്കുന്ന പോലെ. പിന്നെ നമ്മുടെ കട്ടക്ക് ഡോഗീസും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. പട്ടികള് കളിയിലാണ് ഗൈസ്. സോറി, പട്ടിയുമായി ജിഷ്ണേട്ടൻ കളിയിലാണ് ഗൈസ്. വടി ഞങ്ങൾ എടുക്കും, പക്ഷെ തരൂല. ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ, നല്ല രസം. നമ്മുടെ കൂടെ പോകുന്നു. ഒന്നുമില്ല, ഞങ്ങളിവിടെ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോകുന്നു. ഭയങ്കര കുറുമ്പന്മാരെതിരുണ്ട്. ഇത് ഹെൽഡ, മറ്റേത് ഓസ്കർ. വ്യൂ പോയിന്റ് കണ്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ടീ പ്ലാന്റേഷൻസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത് മാറി കൊടുക്ക. ആ, ഞങ്ങൾ അരി കൊടുത്തെ. കുഞ്ഞ ഓറഞ്ച് മരത്തൊന്ന് വീണു, ഞങ്ങൾ പെറുക്കി. ഇത് ഇന്നലെ ഇവിടെ വന്നു പോയ ആനന്റെ പിണ്ടെന്നാണ് മിസ്റ്റർ ജിഷ്ണു പറയുന്നത്. ഇന്നലെ വന്നതല്ല, അതിന് ഉണക്കുണ്ട്. ഇത് വന്നിട്ടൊരു 2 ദിവസമായിട്ടുണ്ട്. 2 ദിവസം അല്ലേ? ഏതാ കറക്റ്റ് പ്രിസിഷൻ അല്ലേ? ആനപ്പിണ്ടത്തിന്റെ ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് കണ്ണന്തേവൻ മലനിരകൾ പോലെ ഉയരം കൂടുന്നവരും ചായക്ക് മധുരം കൂടുവായിരിക്കും. ശ്വാസം മുട്ടും. നല്ലോണം ശ്വാസം മുട്ടുന്നുണ്ട് എനിക്ക്. പെണ്ണി തന്നെ. കുറേ ദൂരം ഞങ്ങൾ നടക്കുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിലെ സ്റ്റോറേജ് തീർന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഓറഞ്ചിന്റെ മരമാണ്, കുഞ്ഞി ഓറഞ്ച് ഉണ്ട് അതിന്റെ മുകളിൽ, ചെറുത് കേട്ടോ. നമ്മളിപ്പോൾ ടീ പ്ലാന്റേഷൻസിൽ പോയി വന്നു. കുറേ സ്ഥലമുണ്ട്, ഒരു 17,000 ഏക്കർ. നമ്മളും ഡോഗീസും ഒക്കെ പോയി വന്നു. വീഡിയോസൊക്കെ എടുത്ത് നല്ല ഭംഗിയാട്ടോ. ആ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് 360 ഡിഗ്രിയിൽ നമുക്ക് കിട്ടും. ഒരു കുഞ്ഞ് ഓറഞ്ച് വീണെടുക്കുന്നുണ്ട്. പൊളിച്ചൊക്കെ ഇത് ഒന്നും ആയിട്ടൊന്നും ഉണ്ടാവില്ല, വെറുതെ ഒരു തണുത്തിട്ടേ ഭയങ്കര ആദ്യമായിട്ടാണ് ഗൈസ് ഇത്രയും കുഞ്ഞു ഓറഞ്ച് ഞാൻ കാണുന്നേ. വെച്ച് നോക്കിയാലോ, ഫ്രഷ് സാധനമാണ്. അതിൻ്റെ മുകളിൽ കുറേ ഓറഞ്ച് ഉണ്ട്, നല്ല വലുത്. പുളി ഉപ്പും കൂടി തന്നെ നല്ല സന്തോഷം. അമ്മ പല്ലൊക്കെ കൂറ്റി വേറെ അതൊക്കെ ഇതോടെ കുറേ ഉണ്ട്. പക്ഷെ ഇതൊക്കെ കുഞ്ഞിതാ ഗൈസ്, ഇതൊന്നും ആയിട്ടുണ്ടാവില്ല. വലിയ ഓറഞ്ച് പക്ഷെ പുളി ഇന്ത്യയിൽ ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വെറുതെ റിസോർട്ടിൽ വന്നിരിക്കുക മാത്രമല്ല, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്കിങ്ങനെ സൺറൈസും സൺസെറ്റും കാണാം. പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇവർ പറിച്ചു തരും കേട്ടോ. അവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് കൊടുത്ത് തീർന്നതാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര നമുക്ക് അങ്ങനെ ഒരു പുതിയ സ്ഥലത്ത് പോയി നിൽക്കുക അങ്ങനത്തെ ഫീലൊന്നുമില്ല. ഭയങ്കര നമ്മുടെ തൊടിയിൽ കൂടെ നടക്കൂലേ ആ ഫീല്. നമ്മളിപ്പോൾ ഇതാ ഓറഞ്ച് ഇവിടെ താഴെ വീണയാണ്. ഇതൊക്കെ പെറുക്കി കയ്യിലെടുത്തിട്ടുണ്ട്. അവിടെ ചില അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്, സിപ്പ് ലൈൻ,
അതുപോലെ പിന്നെ അവിടെ ഒരു പോണ്ട് ഉണ്ട് അല്ലേ, ടയറിന്റെ മുകളിൽ കൂടെ. ആ പോണ്ട്, പിന്നെ ടയറിന്റെ ഉള്ളിൽ കൂടെ പോണ പരിപാടി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അവിടെ ഊഞ്ഞാല ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നല്ല രസം, നമ്മളെ വീട്ടിലെ തൊടി പോലെ തോന്നും നമുക്ക്, കുറേ സ്ഥലം ഉള്ളതുകൊണ്ട്. നമുക്ക് പഴുത്ത ഓറഞ്ച് കിട്ടി. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. ഇവിടെ ശരിക്കും സ്ട്രോബെറി ഒക്കെ ആവുന്ന ടൈമിൽ വരണം അല്ലേ, നൈസായിരിക്കും. സ്ട്രോബെറി, മുസമ്പി, ചൈനീസ് പേരയ്ക്ക, പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇവിടെ. വെജിറ്റബിൾസ് ഒക്കെ ഇന്നലത്തെ ഇവിടുത്തെ പയറുപ്പേരി കാണിച്ചെന്നില്ലേ, അത് ഇവിടുന്ന് പറിച്ച് അവരുണ്ടാക്കിയതാ. ഞാനത് കഴിച്ചപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഫ്രഷ് സാധനമാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടിയിരിക്കും, അതേ ഇരിക്കുന്നു. പക്ഷെ ഇവിടുന്ന് പറിച്ചുണ്ടാക്കിയതാ. അത് അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യത്തെ ചോളന്റെ ഭർത്താവിന് പുളിയാണെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടല്ലേ. ഞാൻ നേരത്തെ കഴിച്ചില്ല. നല്ല മധുരം. ആണോ? നീ തരില്ല. ഇവിടെ എൻ്റെ ഫോണിന് എന്താ പറ്റുമെന്നറിയില്ല, പെട്ടെന്ന് സൗണ്ട് ഇല്ലാണ്ടേ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആക്ച്വലി ആ ഓറഞ്ച് ഭയങ്കര മധുരമാണ് കേട്ടോ, അത് ഭയങ്കര ജ്യൂസി. നമുക്ക് തൊടുമ്പേക്ക് അതൊന്ന് നീരിങ്ങനെ വരാൻ തുടങ്ങും. പൊതുവേ ഈ ചെറിയ ഓറഞ്ചുകൾക്ക് ഭയങ്കര മധുരമാണല്ലോ വലിയ ഓറഞ്ചുകളേക്കാൾ അപേക്ഷിച്ച്. അതൊക്കെയാണ് ഞാൻ ഇവിടുന്ന് പറയുന്നത്. നമ്മള് വാക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കുക. അപ്പൊ നമുക്ക് താഴെ നിന്ന് കിട്ടിയ ഓറഞ്ചും ഒക്കെ ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനും കുറെ ഓറഞ്ച്. ഞങ്ങൾ ആദ്യം ആക്രാന്തം കൊണ്ട് കഴിച്ചു. എന്തൊരു മധുരമാണോ, ഭയങ്കര മധുരം. കുഞ്ഞിതാ പക്ഷെ ഭയങ്കര മധുരം. ഇത് പൊളിക്കുമ്പോഴേക്ക് ഇങ്ങനെ ഇതിന്ന് വെള്ളം ഇങ്ങനെ വരും, നീര്. അപ്പൊ നമ്മള് ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന ഫുഡ് കഴിക്കാം, മീൻസ് ഫ്രൂട്ട്സ് കഴിക്കാം എന്ന് കരുതി. ഇതൊക്കെ ഭയങ്കര മധുരമുള്ള സാധനം കേട്ടോ, മുന്തിരിയൊക്കെ ഭയങ്കര മധുരം. അപ്പോ ഇവിടെ വന്നിട്ട് ഭയങ്കര രസമായില്ലേ. കാരണം പൊതുവെ നമ്മൾ റിസോർട്ടിൽ പോകുമ്പോൾ എങ്ങനെയാ പോയി കിടന്നുറങ്ങും, എണീക്കും, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണാൻ പോകത്തില്ല. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഒരു ഭയങ്കര ഡോഗ്സും പിന്നെ ഫ്രൂട്ട്സും, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അധിക കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നല്ല വ്യൂ, നടക്കാൻ പറ്റിയ സ്ഥലങ്ങള്, പിന്നെ ഫ്രൂട്ട്സ്, ഡോഗ്സ്, അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മള് ഹണിമൂൺ പാക്കേജ് ഒക്കെ എടുത്ത് വരികയാണെങ്കിൽ അടിപൊളിയാണ്, വർത്തായിരിക്കും. കാരണം എന്താ പറയാ, നല്ലൊരു ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു 2 ദിവസം കൂടിയൊക്കെ നിൽക്കണേന്ന്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകണം. അല്ലെങ്കിൽ 2 ദിവസം കൂടെ നിന്ന് പൂളിലൊക്കെ ചാടി കുറേം കൂടി എൻജോയ് ചെയ്യായിരുന്നു. റിസോർട്ടിൽ വന്നിട്ട് സൺറൈസ് കാണാന്ന് പറഞ്ഞിട്ട് ഒരുത്ത ഇപ്പഴാണ് എണീക്കണത്. 2 ഒരുത്തനതാ ലേസ് തിന്നാൻ പോണു രാവിലെ. ഒരാളത് അവിടെ പൊറച്ചു പോയിട്ടിരിക്കണു. എന്തല്ലേ ഇവരൊക്കെ ഒരു കഥ. അത് പൊളിക്കും. നമ്മൾ ഗെയിംസിലേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ. ഗെയിംസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂളിൽ ഇറങ്ങിട്ടോ. ഞാൻ മാത്രം ഇറങ്ങിയല്ലോ, ജിഷ്ണേട്ടൊന്നും ഇറങ്ങിയില്ല. എനിക്ക് വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് വെള്ളത്തിൽ കളിക്കാതൊക്കെ പറഞ്ഞിട്ട് എന്നെ മുക്കി കൊല്ലാനൊക്കെ നോക്കി ജിഷ്ണേട്ടൻ, പക്ഷെ നടന്നില്ല. നല്ല മെമ്മറീസ് ആയിട്ട് ഇറങ്ങാല്ലേ ക്യാമലോട്ടെന്ന്. നിങ്ങൾ മൂന്നാർ വരികയാണെങ്കിൽ, മൂന്നാർ കേരളത്തിൽ മൊത്തത്തിൽ ഭയങ്കര ചൂട് കാലാവസ്ഥയാണല്ലോ. ഇവിടെ 30-40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നിൽക്കുന്ന സമയത്തും ഇവിടെ 17 ഡിഗ്രിയാണ് ഇന്നലെ രാത്രി ചൂട്, തണുപ്പ്. നല്ല വെതർ, നല്ല അടിപൊളി ആംബിയൻസ് ആണ്, ഭയങ്കര കംഫർട്ടാണ്, ഹോംലി ഫീൽ. അതാണ് കേട്ടോ മെയിൻ. നമുക്ക് ഇവിടുന്ന് പോവാൻ തോന്നാത്തതിന്റെ മെയിൻ കാരണം ഇവിടെ ഉള്ളവരങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നേ. നമുക്കൊരു റിസോർട്ടാണെന്നുള്ളൊരു ഫീലല്ല. ഭയങ്കര ഇങ്ങനെ സെപ്പറേറ്റ് 10-17ഓളം റൂംസ് ഒക്കെ ഉണ്ട്. സെപ്പറേറ്റ് ആണ്, പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര ഒരു ഹോംലി ഫീലാണ്. നല്ല ഫ്രൂട്ട്സും ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ഫുഡും ഇവർ തന്നെ ഹോംലി പ്രിപ്പറേഷൻ ചെയ്യുന്ന നല്ല രസമുള്ള ഫുഡും. നിങ്ങൾ മൂന്നാർ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റിസോർട്ട് തിരയുകയാണെങ്കിൽ മറ്റു പല റിസോർട്ട്സിലും ഈ വെതറില്ല,
അത് ഇവരുടെ ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. ഇവിടെ ഈ സമയത്ത് ഇപ്പോൾ സമയം ആക്ച്വലി 12:30 ആവാറായി, ഇപ്പോഴും നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. നമ്മളിപ്പോ നമ്മൾ ഇങ്ങോട്ട് വരാൻ വിചാരിച്ചപ്പോഴും പലരുടെയും വീഡിയോ റീൽസ് ഒക്കെ കാണുമ്പോ മൂന്നാർ വരണ്ട, ഭയങ്കര ചൂടാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ വരേണ്ടടുത്ത് വന്നാ ആക്ച്വലി നമുക്ക് ആ ക്ലൈമറ്റ് കിട്ടും അല്ലെ. ഇവിടെ വരണം, അല്ലാതെ നമ്മൾ മൂന്നാർ വേറെ എവിടെയും പോയിട്ട് കാര്യമുണ്ടാവില്ല. പ്രത്യേക മെൻഷൻ വിഷ്ണുവിനുണ്ട്. വിഷ്ണു എൻ്റെ ഫ്രണ്ട്, ആള് മൂന്നാറിനെ വർക്ക് ചെയ്യുന്ന വിഷ്ണു എം. വിഷ്ണുവിനോട് പ്രത്യേക നന്ദി. വിഷ്ണുവാണ് എനിക്ക് ആക്ച്വലി ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്തത്. ആ റെക്കമെൻഡേഷൻ വെറുതെ അല്ല, എക്സാക്ട്ലി അടിപൊളി സ്പേസ്. വന്ന വെർത്തായിരിക്കും നിങ്ങൾക്ക്. എല്ലാതരം ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാൻ ശ്രമിക്കാം. ടാറ്റാ ബൈ ബൈ.